ശംഭോ മഹാദേവ. അങ്ങനെ നമ്മള് ചിദംബരായി, കുംഭകോണായി, ഇപ്പൊ തഞ്ചാവൂരായി. ഇനി ഏതെങ്കിലും ഊരിലേക്ക് പോവാണ്ടോ മഹേട്ടാ? പൂവ് കാശിക്ക്. അവിടെ നിന്റെ തല മൊട്ടയടിച്ച് നടക്കിരുത്തിയേക്കാൻ എനിക്കൊരു നേർച്ചയുണ്ട്. നീ വണ്ടി എവിടെയും പറക്കിടാ. നമ്മൾ ഇവിടെ തന്നെയാണ് താമസിക്കാൻ പോണേ. ഞാനും മുത്തശ്ശനും മുത്തശ്ശി ഇവിടെയാ. നിനക്ക് തൊട്ടടുത്തൊരു 5 സ്റ്റാർ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. മതിയാ? തഞ്ചാവൂരെങ്കിലും സത്രത്തിൽ താമസിക്കില്ല എന്ന് മഹേട്ടൻ വാക്ക് പറഞ്ഞല്ലേ. എന്നിട്ടിപ്പോ പകൽ അമ്പലത്തിൽ തൊഴാം, ഭജനിരിക്കാം, ബാക്കിയുള്ള സമയം അല്പം എന്റർടൈൻമെന്റ്. തൽക്കാലം ഇതേ ഉള്ളൂ എന്റർടൈൻമെന്റ്. ചെയ്ത പാപങ്ങളൊക്കെ അങ്ങനെയും ഒന്ന് തീരട്ടെ. മഹേട്ട ഇതിൽ മേലെ തെങ്ങുമേറി കൈവിട്ട് പനാമറടിച്ച് തീവണ്ടിക്ക് തലവെക്കണോ? ആ എന്താ ലക്ഷ്മണൻ പറയണത്? ഒന്നുമില്ല മുത്തച്ഛ, നല്ല ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം എന്ന് പറയായിരുന്നു. അയ്യോ ചമിയായി, ഇവിടെ രജനീന്ദ്രന്റെ പടപട ഓടണേ. പറഞ്ഞ വഴിക്ക് പോസ്റ്റർ കണ്ടേ. എന്താ നോക്കി പേടിപ്പിക്കണേ? രജനീന്ദ്രൻ അത്ര വൃത്തിയായിട്ട മനുഷ്യൻ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അല്ലാണ്ട് പിന്നെ ബോറടിക്കുമ്പോ സെക്കൻഡ് ഷോക്ക് പോയി ധരിച്ചിട്ടാ ഞാനിവിടെ എന്ത് ഭജന പാടാനാ? സമാധാൻ കരൂ ഗുരു, സമാധാൻ കരൂ. വാങ്ങോ വാങ്ങോ. ഞാൻ മഹേന്ദ്രൻ. പിന്നെ മധുരയിൽ നിന്ന് ഫോൺ വിളിച്ചിരുന്ന? ஆமா ஆமா, ரூம் புக் பண்ணியிருக்கேன். இது வந்து ஹோட்டல் கிடையாது, ஒரு ஹோம்லி அட்மாஸ்பியர். குழப்பமில்ல. முனிசுவாமி, இவங்க லக்கேஜ் எடுத்து ரூமே காமி. சம்மமுபபதிம் சுரகுரும் வந்தே ஜகத்காரணம் வந்தே பன்னகபூஷணம் மிருகதரம் வந்தே பசூனாம் பதிம் വന്ദേ സൂര്യ സദാംഗവർണിനയനം. അമ്പലത്തില് പാർമ കണ്ടു. അപ്പ മുതൽ ഓർക്കുക. എവിടെ വെച്ചാ പരിചയം? ഉണ്ട്, നല്ല പരിചയമുണ്ട്. ദീക്ഷ ഇത്രയ്ക്ക് നീട്ടിയിട്ടില്ല അന്ന്. മുടി ഇതിലും കൂടുതലുണ്ടോന്ന് സംശയം. ഉവ്വ്, ഇപ്പൊ മനസ്സിലായി. ശിവപുരം മഹാദേവ ഭാഗവതം. കച്ചേരി അനവധി കേട്ടിരിക്കണു. സ്വരത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല ഇപ്പോഴും. ഭാഗ്യം. ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഇപ്പോഴും തിരിച്ചറിയുന്നുണ്ടല്ലോ, നല്ല വാക്ക് പറയുന്നുണ്ടല്ലോ. മഹാഭാഗ്യം. എന്നെ എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മ ലേശം കമ്മിയായി ഈയിടെയായി, ക്ഷമിക്കണം. ഏയ് സാരല്ല. ദാ ഇവന്റെ അച്ഛൻ, അതായത് എന്റെ മകൻ. ഭാഗവതരറിയും. പാലക്കാട് കളക്ടറായിരുന്ന വിശ്വനാഥ മേനോനെ. വിശ്വനാഥ മേനോൻ? ഈശ്വര, മറക്കാൻ പറ്റുമോ എനിക്ക് ആ പേര്? സന്തോഷായി. ഒരിക്കല് കളക്ടറുടെ ബംഗ്ലാവിൽ ഞാനുള്ളപ്പോ വിശ്വനാഥനെ കാണാൻ വന്നിരുന്നു ഭാഗവതർ അവിടെ. അവിടെ ഏതു ഭാഗത്ത് കച്ചേരി ഉണ്ടെങ്കിലും വരുമായിരുന്നു മേനോൻ. വലിയ സംഗീതപ്രേമി. ജീവിത പെരുവഴിയിൽ ദിക്ക് തെറ്റിപ്പോയ ഒരു കാലമുണ്ടായിരുന്നു എനിക്ക്. വിഷവെള്ളം മോന്തി രാവും പകലും കൂടും കൂട്ടവും മറന്ന കാലം. ശാസിച്ചും നിർബന്ധിച്ചും നേർവഴിക്ക് കൊണ്ടുവന്ന ആളാ. പറഞ്ഞാലും തീരാത്ത കടപ്പാടുണ്ട് ആ മനുഷ്യനോട് എനിക്ക്. മരിച്ചത് 5-6 മാസം കഴിഞ്ഞ് എപ്പോഴോ ആണ് ഞാൻ അറിഞ്ഞത്. ഇങ്ങനെ എല്ലാവരെയും കാണാൻ യോഗമുണ്ടായല്ലോ, സന്തോഷായി. വിശ്വനാഥ മേനോന്റെ മകൻ അല്ലേ? ആ ചിരിയും തലയെടുപ്പും അതുപോലുണ്ട്, മുമ്പിൽ നിൽക്കണ പോലെ. മകളുടെ മകളാ വേണി. സ്വന്തമായിട്ടും സമ്പാദ്യമായിട്ടും ആകെ ഇവിടെ ഉള്ളൂ. സുബ്രഹ്മണ്യം, ഞാൻ കണ്ടു ക്ഷേത്രത്തില്. ഈശ്വര, അവൻ ഇവിടെ എത്തിയോ? എന്റെ മോളെ കണ്ടോ അവൻ? എനിക്കറിയില്ല, ഞാൻ ഓടി. മോള് പേടിക്കണ്ട. நான் அவரோட ரிலேட்டிவ். எங்க இருக்கு அவரு? அது வந்து நான் கேரளால இருந்து வரேன். ஆ மகாதேவ பாகவதர் மகள் இங்க தானே தங்கி இருக்கு. പറയടോ,
சத்தம் போடாதீங்க, இது சத்திரமாகும். இங்க நிறைய பேர் தங்கிட்டு இருக்கு. நான் போய் கூட்டிட்டு வரேன். நீங்க இங்க വേണ്ട വേണ്ട ഞാൻ പോയി പാക്കറേ എവിടാ അയാള് ഏത് കടലിനടി പോയി വിളിച്ചാലും സുബ്രഹ്മണ്യം വരും. തനിക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. നീങ്ക പോങ്ക സാർ, നാങ്ക റിലേറ്റീവ്സ് ആക്കും. പോങ്ക സാർ, ഇത് ഫാമിലി മാറ്റർ. ഇനി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതണ്ട. അപ്പൂപ്പനും മോളും ഇന്ന് എനിക്ക് രണ്ടിലൊന്നറിയണം. സുബ്രഹ്മണി, ഇത്തിരി ദയ കാണിക്കണം നീ ഞങ്ങളോട്. നിന്നെ പേടിച്ചിട്ട് തന്നെയാ ഞാൻ ഇവിടെയും കൊണ്ട് പോകുന്നത്. ഇനിയും ഞങ്ങളെ ഉപദ്രവിക്കരുത് നീ. അങ്ങനെ ഒഴിവാക്കാന്ന് വിചാരിക്കണ്ട എന്നെ. ഒന്നെങ്കിൽ എനിക്ക് തരാനുള്ള പണം എന്താ, ഇല്ലെങ്കിൽ ഇവിടെ മതി എനിക്ക്. വിടടാ അവളെ, വിടു സുബ്രഹ്മണി. പണം തരാനുണ്ട്, തരും ഞാൻ. അതിനെന്റെ മോളെ ശിക്ഷിക്കരുത്. ഇത് ഒരുപാട് തവണയായില്ലേ ഞാൻ കേൾക്കണത്. ഇനി എനിക്ക് പണം വേണ്ട, ഇവളെ മതി. വിടാൻ മാറോ. വാടി. എന്താ എന്താ പ്രശ്നം? ആ, പ്രശ്നമൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാണ്. എന്താ കുട്ടി? മാറോ. അവളെ വിട്. എന്തോ അവളെ വിടാൻ. വിട്ടില്ലെങ്കിൽ മാറിയേക്കണം അങ്ങോട്ട്. മാറോ. അടിക്കുമോ കേട്ടോ? പിടിക്കോ, അടിക്ക് അമ്മേ. என்னடா தகராறு பண்றேன்? ഞാൻ പോയി എന്ന് കരുതണ്ട. ഞാൻ ഇനിയും വരും. പരമേശ മഹേശ ഈശ വിശ്വം വിഭാതി വിനയാവനതോത്തമാംഗം ശ്രീമല്ലികാർജുന വിഭോ തവ സുപ്രഭാതം ഗൗരീ ശിരോജമലിതാ ഗിരിമല്ലിമാല കൃഷ്ണാചരജ്ജശകലാകലഹം പ്രബാല താരാശ്ചരാചര അപ്പൂപ്പ, അപ്പൂപ്പ, എന്താ ചെയ്യ? നാട്ടിലേക്ക് കൊണ്ടുപോവാച്ച ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ല അയാൾക്കവിടെ. ബന്ധുക്കളാരും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളെ ഉള്ളു വേണ്ടതൊക്കെ ചെയ്യാൻ. என்ன வேணும்னு அந்த பொண்ணுகிட்ட கேட்டுடலாம். இங்கே கிரிமேஷன் பண்றதா இருந்தா அதுக்கு வேണ്ട എല്ലാ ഏർപ്പാടും ഞാനേ പണി കൊടുത്തുടறேன். അല്ല, നാട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ലെങ്കിൽ ആ കുട്ടിയോട് പറയാൻ നമുക്ക്. ഇവിടെ തന്നെ ആകാം. എന്താ മുത്തച്ഛ? யாரு கொல்லி போட போறா? அது யாரு கொல்லி போடுறது? மகி.
വിധി ഒക്കെ വിധിയാണെന്ന് കരുതുക. ഇവിടെ വെച്ചിങ്ങനെ കാണാനും മോളെ ഞങ്ങളെ ഏൽപ്പിച്ചു പോവാനും അതാവും ദൈവനിശ്ചയം. മോളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞങ്ങൾ ആരും പോണില്ല. മോൾക്ക് ഞങ്ങളുടെ കൂടെ പോരാ നാട്ടിലേക്ക്. ആരും ഇല്ലാന്ന് വിചാരിക്കണ്ട നീ. ഞങ്ങളെ അന്യരായിട്ട് കാണുകയും വേണ്ട. മുത്തശ്ശനും മുത്തശ്ശിയും ഏട്ടന്റെ സ്ഥാനത്ത് ഞാനും എല്ലാവരും ഉണ്ടാവും മോക്കുന്ന മുതല്. ഇത് എപ്പോഴാ വിലപ്പ തീരാ? ഊണ് കഴിക്കണ ഉത്സാഹം ഇതിൽ കാണിച്ചിരുന്നെങ്കിൽ നാളേരം ഉണങ്ങി കൊപ്രയാവേണ്ട സമയായി. മോളെ ആ അച്ഛനെ ഇന്നലെ എത്തുന്ന ഞാൻ കരുതിയത്. അന്ന് പോയപ്പോ പറയണ്ടായല്ലോ ശനിയാഴ്ച വരുമെന്ന്. ഇരുട്ടിട്ടും കാണാണ്ടായപ്പോ കൊച്ചുട്ടിനെ വീട്ടിലേക്ക് അയച്ച് നോക്കിപ്പിച്ചു. കോയമ്പത്തൂർന്ന് പോരുമ്പോഴേ വൈകി. പിന്നെ പാതിരാത്രിക്ക് വന്ന് നിന്നെ വിളിച്ചുണർത്തണ്ടെന്ന് കരുതി വീട്ടിൽ തന്നെ ചെന്ന് കിടന്നു. അപ്പടി മാറാലും പൊടിയും പിടിച്ച് കിടക്കായിരിക്കും. 2 ദിവസമായി ജാനുവിനെയും കൂട്ടിച്ചെന്ന് അടിച്ച് വൃത്തിയാക്കണമെന്ന് വിചാരിക്കണു. ഇവിടുന്ന് മാറാൻ നേരം കിട്ടണ്ടേ? അവരൊക്കെ ഇന്ന് എത്തൂലേ? അങ്ങോട്ട് പോകുമ്പോ എന്റെ അടുത്ത് കയറിയിരുന്നു. ഫോൺ ചെയ്തപ്പോ പറഞ്ഞു ഉച്ചയ്ക്ക് മുമ്പ് എത്തുമായിരിക്കും. അച്ഛന് കാപ്പി എടുക്കട്ടെ? രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. മാവിരിപ്പുണ്ട്, പെട്ടെന്ന് ദോശ ഉണ്ടാക്കാം. സത്യവതിയുടെ പരീക്ഷ കഴിഞ്ഞ അച്ഛാ? ഇല്ല, എൻട്രൻസിന്റെ പഠിത്തമുണ്ട്. ശ്രീകാന്തോ? വെക്കേഷൻ ആയതുകൊണ്ട് കടയിൽ എന്റെ സഹായത്തിന് വരണ്ട്. ഇത്തവണ വരുമ്പോഴെങ്കിലും നിന്നെ കൊണ്ടുവരാൻ ചിറ്റ പറഞ്ഞു. കുറച്ചു ദിവസം അവിടെ വന്ന് നിന്നൂടെ നിനക്ക്? വിരോധം ഉണ്ടായിട്ടല്ല അച്ഛാ. ഇവിടെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും മഹിയേട്ടന്റെയും എന്ത് കാര്യത്തിന് ഞാൻ വേണം. പിന്നെ കൃഷിപ്പണിയുടെ തിരക്കും. ഒന്നും വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല അച്ഛൻ. അന്ന് കോയമ്പത്തൂർ ചെന്ന് പെട്ടതും രണ്ടാമതൊരു കല്യാണം കഴിച്ചതൊക്കെ അന്നത്തെ ഓരോ സാഹചര്യം. മരിക്കണവരെ അതിനെപ്പറ്റി ഒരു വാക്ക് ചോദിച്ചിട്ടില്ല നിന്റെ അമ്മ. നിന്റെ അമ്മ മാത്രല്ല, മുത്തശ്ശനും മുത്തശ്ശിയും ആരും. ഒക്കെ എന്റെ തെറ്റാ. ഇപ്പൊ നിന്നെ ഇവിടെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ അടുക്ക് വിട്ട് ഒരു വീടുള്ളത് പൂട്ടിയിട്ട് കുറച്ചു ദിവസം നിന്റെ അടുക്ക് നിൽക്കാൻ കൂടി പറ്റണില്ല അച്ഛന്. അതിലൊന്നും ആർക്കും ഒരു വിരോധമില്ലല്ലോ അച്ഛാ. എനിക്കിവിടെ സുഖല്ലേ. ഇനി അധികം നീട്ടിക്കൊണ്ട് പോണ്ടാന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ കല്യാണം മഹി എന്തെങ്കിലും പറയണ്ടായോ? കർക്കിടകം കഴിയട്ടെന്ന് മുത്തശ്ശി ചോദിച്ചപ്പോ ഒരു ദിവസം പറയണേട്ടോ. ആദ്യം ഒക്കെ തീരുമാനിച്ചുറപ്പിച്ചപ്പോ നിന്റെ അമ്മ മരിച്ചു. പിന്നെ രണ്ടാമതൊന്ന് ആലോചിച്ച് വന്നപ്പോഴേക്കും മഹിയുടെ അമ്മയും. എന്തോ ഒരു ദുശകനം പോലെ. ഇനിയും അനർത്ഥമൊന്നും ഇല്ലാണ്ട് ആ ചടങ്ങൊന്ന് തീർന്നു കിട്ടാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ മതി. ഇറങ്ങിക്കോളൂ. ഇതാ വീട്. സ്വന്തം വീടാണെന്ന് കരുതിക്കോളൂ അല്ലേ മയ്യേട്ടാ? അതെ, നീ ആ പെട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്ക്. ആ തമ്പുര് പൊട്ടാതെ നോക്കണം. എന്നിട്ട് വണ്ടി ഒന്ന് വൃത്തിയായിട്ട് കഴിക്കോ. ആ കേശുമാമ ഉണ്ടായിരുന്നു അവിടെ. ഇന്നലെ വന്നു, കണ്ടിട്ട് പോവാന്ന് എഴുതി കാത്തു നിൽക്കുകയായിരുന്നു. കോയമ്പത്തൂര് വിശേഷമൊന്നും ഇല്ലല്ലോ. ഇല്ല, എങ്ങനെയായിരുന്നു യാത്രയൊക്കെ? കേമായി. തഞ്ചാവൂർ 2 ദിവസം ജാസ്തി തങ്ങണ്ടി വന്നേ ഉള്ളൂ. ഏതാ ഈ കുട്ടി? കുറച്ച് ഇരുന്നിട്ടൊക്കെ അല്ലേ പോളൂ. ഒക്കെ വിസ്തരിച്ച് പറയാൻ കേശവ. വാ. എന്താ വിലപ്പത്? നല്ലോണം വിളയുന്നതിന് മുമ്പ് ഇതൊക്കെ വെട്ടിയിട്ടൂലേ? ഞാൻ വന്നിട്ട് പോരായിരുന്നു തണ്ടാമ്പറമ്പിലെ കയറ്റം. ഇന്നലെ വരെ കാത്തു, പിന്നെ ബാമക്കുഞ്ഞ് തന്നെ വന്നു. എന്താടി, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ തനിച്ചുള്ള ഭരണം? ആ ആരാ മഹിട്ടത്? ഏത്? മുത്തശ്ശിയോടൊപ്പം ഒരു പെൺകുട്ടി അകത്തേക്ക് കയറി പോണ കണ്ടല്ലോ. ഓ അതോ, അതൊരു പെൺകുട്ടി. അത് മനസ്സിലായി. അതാരാന്നാ ചോദിച്ചത്? അത് വേണി. ഏത് വേണി? ത്രിവേണി. എടി വാണിമണി വരദായിനി, വാണിമണി വരദായിനി സ്വർഗനന്ദിനി. ആ വാണിയുടെ വകയിൽ അമ്മായിയുടെ മോളായിട്ട് വരും ഈ വേണി. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. ബാമേച്ചനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. ഓ, ഞാനിപ്പോ നിന്റെ കാര്യം പറഞ്ഞ് കൈ എടുത്തോളൂ. ചെന്ന് മുത്തശ്ശിയോട് ചോദിക്കേ. ആ പോണ പോക്കിൽ ഒരു ദുൽവാലെ ജാഹങ്കാഹി ഇല്ല മഹേട്ടാ. എന്താ പ്രശ്നം? എടാ, പുണ്യപുരാണ കാലങ്ങളിൽ മുതല് പെണ്ണുങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവത്തിന്റെ പേര് പറ. അത് ഞാനെങ്ങനെ ഓപ്പൺ ആയിട്ട് പറയണേ? അതല്ലടാ,
കുശുമ്പ്. ആ മൂപ്പിലമ്മയ്ക്ക് നേരിയ തോതിലൊരു കുശുമ്പിളകിയോ എന്നൊരു സംശയം വേണിയെ കണ്ടപ്പോ. ഏതായാലും നമുക്കൊരേരെയാണ് വീണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് വെച്ചൊന്ന് മൂപ്പിക്കാം.